ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യമാണ് 10ാം ക്ലാസ് തൊട്ട് ബിസിനസ് എന്ന് പറഞ്ഞൊരു ആശയമായിട്ട് മുന്നോട്ട് നടന്ന ഒരാളാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ് തൊട്ട് എന്തെല്ലാം ബിസിനസ്സുകൾ ചെയ്തിട്ടാണ് അവസാനം ഈ ഇൻഷുറൻസ് മേഖലയിലേക്ക് എത്തിയത്? ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ സ്കൂളിലൊരു സഞ്ചിക എന്ന് പറഞ്ഞ പഴയ കാലത്തൊരു പൈസ സേവിങ്സ് പഠിപ്പിക്കുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കളക്ഷൻ, പിന്നെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഒരു പെരുന്നാളുകളിൽ നിന്നൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കാശുകളും ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് 10ാം ക്ലാസ് പോകുമ്പോൾ ഒരു അന്നത്തെ കാലത്ത് ഒരു 12,000 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ എമൗണ്ട് വെച്ചിട്ട് എനിക്ക് നമ്മുടെ ഫാദർ നടത്തിയിരുന്ന ഒരു പ്രിന്റിംഗ് പ്രസ് ഇങ്ങനെ വർക്കേഴ്സൊക്കെ നടത്തി അത് സ്റ്റോപ്പ് ചെയ്ത് കിടക്കായിരുന്നു. കല്ലേറ്റിങ് തന്നെ സ്റ്റോപ്പ് ചെയ്ത് കിടക്കായിരുന്നു. അപ്പോൾ അത് ഈ അന്ന് കാലത്ത് ഈ അക്ഷരങ്ങൾ പറക്കി വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റിംഗ് ആയിരുന്നു. ഈ അച്ചുകളൊക്കെ ചതഞ്ഞ് നാശമായി കിടക്കായിരുന്നു. ഇതൊക്കെ ഈ പൈസ ഉപയോഗിച്ച് ഷൊർണൂർ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന ഫൗണ്ടറി ഉണ്ട്, അവിടെ പോയി സംസാരിച്ച് അവർക്ക് നമുക്ക് ആവശ്യമുള്ള ടൈപ്പുകളൊക്കെ ഓർഡർ ചെയ്ത്. എനിക്ക് അത് ഒരു 15 ആ ഒരു പ്രായത്തിലാണ് ഈ പ്രിന്റിംഗ് പ്രസ് നടത്താനുള്ള ഒരു ആഗ്രഹമൊക്കെ വരുന്നത്. ആ പൂട്ടിക്കട ഒരു പ്രസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ ഞാൻ പോകുമ്പോൾ ഈ അക്ഷരങ്ങൾ പറക്കി വെച്ച് എൻ്റെ പേര് അതിൽ പ്രിന്റ് ചെയ്ത് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് പുസ്തകം പൊട്ടിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം വെച്ചാൽ ഇതിനേൽ പകരം പ്രിന്റ് ചെയ്ത് ഒരു സാധനം ഒട്ടിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ പിള്ളേരൊക്കെ ഇത് ഭയങ്കര സംഭവമായിട്ട് അന്നൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ചെറുപ്പം മുതലേ ആ പ്രിന്റിങ്ങിലേക്ക് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. പ്രിന്റിങ്ങിന്റെ A to Z ഞാൻ അതിൽ നിന്ന് തന്നെ പഠിച്ചു. ഒരു കോളേജിൽ പോയിട്ടില്ല പ്രിന്റിങ് പഠിച്ചത്, പക്ഷേ A to Z ചെറുപ്പം തുടങ്ങി ഓരോന്നും കണ്ട് പഠിച്ച് എനിക്ക് അതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പ്രിന്റിംഗ് ഫീൽഡിൽ. അങ്ങനെ അതിൽ ഇത് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ വിദ്യാഭ്യാസ പരിപാടികളൊക്കെ നടക്കുന്നതിൻ്റെ കൂടെ ഈ വർക്കേഴ്സിന് വെച്ചിട്ടാണ് ഇത് നടത്തിയിരുന്നത്. കോളേജിൽ വന്ന് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും എല്ലാ സമയത്ത്. സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല, അന്നായിരുന്നാലും മറ്റുള്ള സപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നാണ് നമ്മൾ പ്രിന്റിങ് അത് ഓഫ്സെറ്റ് ഇതിലേക്ക് വന്നു. അങ്ങനെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് പ്രിന്റിങ്ങിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നു. അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് ഒരു അടുത്ത ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ ഒരു കമ്പനി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ഇത് ചെയ്ത് കാലഘട്ടം തന്നെയാണ്. അപ്പം അത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് ആണ്. അത് പ്ലാസ്റ്റിക് ഗ്രാനുൾസ് ഉണ്ടാക്കാം, ചെറിയ ഇതുകളൊക്കെ ഉണ്ടാക്കാൻ ഉള്ള ആൾക്കാർക്കുള്ള ഗ്രാനുൾസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഗ്രാനുൾസ് കൊടുക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് അല്ലേ? അതും നമ്മൾ ഇതിൻ്റെ കൂടെ. പിന്നെ സീസണിൽ ഫാദറിൻ്റെ കൂടെ തന്നെയാണ് ഈ കാഷ്യൂ കോർപ്പറേഷൻ്റെ മൂന്നരം താലൂക്കിൻ്റെ ഡീലറായിരുന്നു ഫാദർ. അപ്പോൾ ഫാദറിൻ്റെ കൂടെ ഈ കാഷ്യൂ റോ കാഷ്യൂ നമ്മൾ കർഷകരുടെ നിന്നും ഷോപ്പുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കാഷ്യൂ ഫാക്ടറിക്ക് കൊടുക്കുന്നത്. ഇതിലൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിലെ ഇതൊക്കെ നേരിട്ട് ചാക്കിൽ നിറച്ച് ലോഡ് ചെയ്ത് ലോറിയിൽ ലോഡ് ചെയ്ത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ ഫുൾ ലോഡൊക്കെ ഒറ്റയ്ക്കൊക്കെ ചെയ്യേണ്ട ഇതുകൾ ചെയ്യും. അത് അന്നത്തെ കാലത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അല്ല, വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഒരു 15 വയസ്സുകാരന് ആ സമയത്തൊക്കെ ഒരു ബിസിനസ് ചെയ്യാൻ ചിന്തിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് ആ ഒരു കാലഘട്ടത്തിൽ വളരെ കുറവാണ്. അത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു ഇൻട്രസ്റ്റ് ആണ്, ഒരു പൈസയിലുപരി അത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഏത് സംഭവമായാലും എനിക്ക് ചെയ്യാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ മേഖലകളിലും നമ്മൾ ചെയ്തു നോക്കും. അപ്പം മാനുഫാക്ചറിങ് യൂണിറ്റ് ചെയ്തപ്പോൾ അതിനുശേഷം പിന്നീട് എന്തായിരുന്നു ചെയ്തത്? കാഷ്യൂവിൻ്റെ പിന്നെ ഫാദറിന് 83 കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങി വണ്ടിയുടെ ഡീലർഷിപ്പ് പോണ്ടിച്ചേരിയിൽ നിന്ന് ഇവിടെ കേരളത്തിൽ കൊണ്ട് സപ്ലൈ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 90% കേരളത്തിലെ അംബാസഡർ കാറുകൾ ഫാദർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അന്ന് നമുക്ക് ആ വണ്ടികളുടെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യയുടെ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ എടുക്കുന്ന വണ്ടികളൊക്കെ കൂടുതൽ ചെയ്തിരുന്നു, പിന്നെ ചെറിയ ലോക്കൽ വണ്ടികളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ബിസിനസിൻ്റെ കൂടെ ഇതൊരു പാർട്ട് ടൈം ആയിട്ടാണ് പോയിരുന്നത്. അത് പോണ്ടിച്ചേരിയിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു? ആക്ച്വലി പോണ്ടിച്ചേരിയിൽ വണ്ടിക്ക് റേറ്റ് ഭയങ്കര വ്യത്യാസം, കേരളത്തിൽ ടാക്സിൻ്റെ ഭയങ്കര. പിന്നീട് ഒരു കാലഘട്ടം വന്നപ്പോൾ അത് ആൻറ്റി ടാക്സ് വന്നപ്പോൾ പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഈ പ്ലാസ്റ്റിക് ഗ്രാനുൾസ്, പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ചെയ്തൊരു ഈ പെയിൻറ്റിങ്, പെൻസിൽ ഡ്രോയിങ്, ക്ലേ മോഡലിങ്,
സ്റ്റിച്ചിങ് ഇതൊക്കെ സ്കൂളിലെ കാലഘട്ടത്തിൽ ഞാൻ നന്നായിട്ട് ചെയ്തിരുന്നു. ചെയ്യായിരുന്നു. പക്ഷേ ബിസിനസ് തുടങ്ങിയ സമയത്ത് തുടങ്ങി അതൊക്കെ സ്റ്റോപ്പായി. സ്റ്റോപ്പായി. അപ്പോൾ മൈൻഡിലൊരു ആർട്ടിസ്റ്റിക് കുറച്ച് ഇതുള്ളതുകൊണ്ട് എനിക്ക് പ്രിൻറ്റിങ്ങിൽ നന്നായിട്ട് ഡിസൈനിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാനും പറ്റിയിരുന്നു പ്രിൻറ്റിങ്ങിൽ. നല്ല ഒരു നാട്ടിലൊരു നല്ലൊരു പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി, പിന്നെ ടൈമിൽ ഡെലിവറി, ഇതൊക്കെ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് നല്ലോണം അതിൽ ഫ്ലറിഷ് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ പ്രിന്റിംഗ് പ്രസ് ആയാലും പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയാലും കാർ ഡീലർഷിപ്പ് ആയാലും ഇതെല്ലാം ചെയ്തതിന് ശേഷം എങ്ങനെയാണ് സാർ ഒരു ഇൻഷുറൻസ് മേഖലയിലേക്ക് എത്തിയത്? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രദറിന് ഒരു ബിസിനസ് തുടങ്ങണമെന്നൊരാഗ്രഹത്താൽ പുള്ളി ഷാർജയിൽ ഒരു കളർ ലാബ് തുടങ്ങാൻ ആളുടെ ഒരു ഫ്രണ്ട് കൂടി പാർട്ണർഷിപ്പിൽ അവിടെ തുടങ്ങി. അപ്പോൾ നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വന്നു. അങ്ങനെ വന്നപ്പം അത് പിന്നീട് അത് നാട്ടിലേക്ക് മെഷീൻ കൊണ്ടുവരാനും കസ്റ്റംസിൽ നിന്ന് ഇതെടുക്കാനും ഒരുപാട് എക്സ്പെൻസുകൾ വന്നപ്പോൾ ബാങ്ക് ലോൺ ഇതുകളൊക്കെ എടുത്ത് വലിയൊരു ബാധ്യത നമ്മുടെ ഫാമിലിക്ക് വന്നു. അങ്ങനെ വന്നപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റൊക്കെ ഇങ്ങനത്തെ പലിശകളായിട്ട് പോകുന്ന കാരണം കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയാണ് പിന്നെ നമ്മളൊരു 2005 എനിക്ക് എൻ്റെ പ്രിൻറ്റിങ് ഫീൽഡൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പിന്നീട് ഞാൻ ഒരു കൊല്ലം പുറത്ത് കുവൈറ്റിൽ ഒരു പ്രിൻറ്റിങ് ഇൻചാർജായിട്ട് ഒരു പ്രസ്സിൽ വർക്ക് ചെയ്തിരുന്നു. നാട്ടിലല്ലേ എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പോകുന്ന പ്രവാസ ലോകത്തേക്കാണല്ലോ. അപ്പോൾ സാറും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു? അത് നമുക്ക് ഈ പ്രിന്റിംഗ് ഫീൽഡായതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പോയി. അപ്പോൾ പക്ഷേ അവിടെ നിന്നും നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ആ എഫർട്ടിനുള്ള ഒരു റിട്ടേൺസ് കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പോന്നു. വീണ്ടും നമ്മുടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും നാട്ടിൽ പ്രിന്റിംഗ് പ്രസ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരാൾ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ഒരു ജോലി ചെയ്യാൻ പോവാന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു മാച്ചിങ് ആവില്ല. അപ്പോൾ തീർച്ചയായിട്ടും സാറിനെ പോലെ പാഷനായിട്ട് എടുത്ത ആൾക്ക് ഒരിക്കലും സെറ്റ് ആവില്ല. ഒരിക്കലും എനിക്കത് നമ്മുടെ ഐഡിയാസ് ഒന്നും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, അതെനിക്ക് ഒരു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ പിന്നെ ഒരു കൊല്ലം കഷ്ടിച്ച് നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോന്നിട്ടാണ് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്, കയ്യിൽ പൈസ ഇല്ല. അവിടെയാണ് നോ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിസ്ക് ഫ്രീ എന്നുള്ള ഒരു പോയിന്റിലേക്ക് കുറച്ച് ആദ്യം തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഞാൻ ഒരു ബോഷിന്റെ ഒരു ഹൈ പ്രഷർ വാഷർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടാണ് അതിന്റെ ഡീലർഷിപ്പ് ഉണ്ടായിരുന്നത്. ആ സാധനത്തിന് നന്നായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തിരുന്നു, കുറെ സെയിൽ ചെയ്തിരുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് തരും, ഞാൻ സെല് ചെയ്യും. അപ്പോൾ ചെറിയ മാർജിൻസ് ഒക്കെ നമുക്ക് കിട്ടും. അന്ന് ഈ സാധനം ഇവിടെ ഇറങ്ങിയിട്ടില്ല. നമ്മളാണ് അതിന്റെ കുറെ പ്രൊമോഷൻസ് ഒക്കെ കുറെ നമ്മൾ ചെയ്തത്. പക്ഷെ അത് ഇതുകൊണ്ടൊന്നും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായി. 3 കുട്ടികളുണ്ട്, ഒരു ചെലവിടം വിദ്യാഭ്യാസമൊക്കെ നടക്കണം.